ഫ്രണ്ട്സ്, ജിക്സർ 150 cc ഇതിൻ്റെ സിലിണ്ടർ കിറ്റ് പോയി. സിലിണ്ടർ കിറ്റ് പുകയായിട്ട് സിലിണ്ടർ കിറ്റ് മാറണം. പിടിച്ചതല്ല, ലൈറ്റ് പുക ഉണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ നല്ല തേയ്മാനായിപ്പോയി. അങ്ങനെ അകത്ത് പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് സിലിണ്ടർ കിറ്റ് മാറണം. അതിൻ്റെ റോക്ക് റാം ഇളക്കിയപ്പം ക്യാം ഷാഫ്റ്റ് ചെറിയ തേയ്മാനുണ്ട്. ക്യാം ഷാഫ്റ്റും റോക്ക് റാമും ക്യാം ഷാഫ്റ്റും കൂടി നമുക്ക് മാറി സെറ്റ് ചെയ്യാം. റോക്ക് റാം ക്യാം ഷാഫ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യണം. ഇച്ചിരി പ്ലേ കൂടുതല. റോക്ക് റാം ക്യാം ഷാഫ്റ്റ് മാറണം. സിലിണ്ടർ കിറ്റ് മാറണം. ടൈമിംഗ് ചെയിൻ പോയി കിടക്കുക. ടൈമിംഗ് ചെയിനും അതിൻ്റെ പാഡും മാറുക. ഹെഡ്, വാൽവ് സീലും വാൽവ് ഗൈഡും നോക്കണം. വാൽവ് സീലും വാൽവ് ഗൈഡ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് വാൽവ് ഗൈഡ് ഇവിടെ മാറണം. പിന്നെ നമുക്ക് പിന്നെ ഓയിൽ പമ്പും കൂടെ നമ്മൾ മാറുന്നുണ്ട്. ഓയിൽ പമ്പും മാറണം. പിന്നെ നമ്മൾ സിലിണ്ടർ കിറ്റ് മാറുന്ന ഏത് വണ്ടിയായാലും നമുക്ക് ഉച്ചവർ ഇളക്കണം. പണി പഠിക്കുന്നവർക്ക് വേണ്ടി പറയാം. അല്ലാതെ വർഷാപ്പിലെല്ലാം ചെയ്യുന്നുണ്ട്. ഇളക്കി ചെയ്യും. അറിയാത്തവർക്ക് പറഞ്ഞു തരുക. ഇളക്കി വേണ്ട. ഇതിനകത്തൊരു ഫിൽറ്ററുണ്ട്. ആ ഫിൽറ്ററിൻ്റെ കോലം കണ്ട പൊട്ടിക്കിടക്കുക. അപ്പോൾ ഇത് മാറാൻ കവർ ഇളക്കാതെ നമുക്ക് സിലിണ്ടർ കിറ്റ് മാത്രം മാറിക്കഴിഞ്ഞാൽ വീണ്ടും കിറ്റ് പെട്ടെന്ന് പോകും. ഓയിൽ പമ്പ് കുഴപ്പമുണ്ടെങ്കിൽ ഓയിൽ പമ്പ് മാറുക. കടിയൊരു ചെറിയൊരു നെറ്റ് ഒരു അരിപ്പ് അത്. പിന്നെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ അല്ലാതെ മെയിൻ ഫിൽറ്ററുണ്ട്. ഇത് നമുക്ക് പുറത്താണ് വരുന്നത്. കണ്ടില്ലേ? ഇത് നോർമലി നമ്മൾ മാറും. അത് കൂടാതെ നമുക്ക് സിലിണ്ടർ കിറ്റ് മാറുന്ന വണ്ടിക്ക് തന്നെ കവർ ഇളക്കണം. കവർ ഇളക്കി ഇതിൻ്റെ കോലം കണ്ടില്ലേ? മൊത്തം വെള്ളം കയറി. ഇപ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ, പൾസറായാലും പാഷനായാലും സ്പ്ലെൻഡറായാലും ഏത് വണ്ടിയായാലും ടച്ച് കവർ ഇളക്കി ഇതും ക്ലീൻ ചെയ്ത്. ചെറുകൊണ്ട വണ്ടിക്കെല്ലാം നിനക്ക് ചെറിയൊരു ഫിൽറ്റർ വരുന്നുണ്ട്. ഇതും ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ട് മാറി സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് പിസ്റ്റനകത്ത് വീണ്ടും പണിയാവും. ഓയിൽ പമ്പ് മാറേണ്ട കേസിന് തന്നെ ഓയിൽ പമ്പ് മാറുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണാം.